ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വരുന്നത് നമ്മൾ എങ്ങനെയാണ് ഡാർക്ക് കോൺഫിഡൻസിലൂടെ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ നമ്മളിലേക്ക് ഒന്ന് ആകർഷിച്ചു വരണം. നമ്മൾ മലയാളത്തിൽ നമ്മൾ വശീകരണം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ഒരാളെ നമുക്ക് എങ്ങനെ വശീകരിച്ച് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരാൾ നമ്മളിലേക്ക് എങ്ങനെ ശ്രദ്ധ ചെലുത്താം, ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മൾ മാനിഫെസ്റ്റേഷൻ പറയുന്നത്. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷനായിട്ടല്ല, നമ്മൾ ഡാർക്ക് സൈക്കോളജിയിലെ നമ്മൾ ഡാർക്ക് കോൺഫിഡൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡാർക്ക് കോൺഫിഡൻറ്റ്. അപ്പോൾ എന്താണ് ഡാർക്ക് കോൺഫിഡൻറ്റ് എന്ന് ആദ്യം തന്നെ പറയാം. ഡാർക്ക് കോൺഫിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ ഒന്നും പറയുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയും നമ്മുടെ ഐ കോണ്ടാക്റ്റിലൂടെയും നമ്മുടെ എക്സ്പ്രഷനിലൂടെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെയും നമുക്കുണ്ടാകുന്ന മൊത്തത്തിലൊരു മാറ്റം മറ്റൊരാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു മനസ്സിലാക്കുമ്പോൾ അയാൾ ചെയ്യുന്നൊരു ഫോക്കസ് ഉണ്ടല്ലോ, നമ്മളിലേക്ക് കൊടുക്കുന്നൊരു ഫോക്കസാണ് പൊതുവേ നമ്മൾ ഡാർക്ക് കോൺഫിഡൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ആൾക്കാരെ, ഇൻട്രോവേർട്ടിന് പലപ്പോഴും സമൂഹം വലുതായിട്ട് അംഗീകരിക്കാറില്ല. ഒരു ഇൻട്രോവേർട്ടാണല്ലോ എന്ന് പറഞ്ഞ് അംഗീകരിക്കാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇൻട്രോവേർട്ടിനാണ്. നോർമലി അല്ലാത്ത ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കും പ്രവർത്തിക്കാതെ ബാക്കിലോട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഈ ഒരു രീതി ഉചിതമാണ്. എങ്കിൽ കൂടി ഞാൻ ഇൻട്രോവേർട്ടിൻ്റെ കാര്യമാണ് എടുത്തൊന്ന് പറഞ്ഞത് കേട്ടോ. കാരണം ചിലപ്പോൾ അവർ പിന്നോട്ട് മാറി നിൽക്കുന്നവരായിരിക്കാം, പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളൊരു സ്കില്ലെന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്കില്ലാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കാനുള്ളൊരു മനോഭാവം അവർക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കണ്ടിന്യൂസ് സംസാരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് ഒരാൾ വന്നിരിക്കുന്നു, കണ്ടിന്യൂസ് ചലാന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നവരെ വലുതായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ അവരുടെ സംസാരം ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുക. ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു 10 പേരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാലും ആ ഒരു പേഴ്സണെ ശ്രദ്ധിക്കുന്നു, ആ ഒരു പേഴ്സണിൻ്റെ കാര്യങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു, പതിയെ അട്രാക്റ്റ് ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് വരുന്നു. എങ്ങനെയാണ് ഈ ഒരു അട്രാക്ഷൻ നമ്മൾ കൊടുക്കുന്നത്, അവിടെ ഒരു പവർ, നമ്മൾ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഡാർക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ചിലർ പറയുന്നുണ്ട് ഞാൻ ലെങ്ത്തിൽ പറഞ്ഞ് കുറേ ലെങ്ത് ഇടുന്നുണ്ട്, ലെങ്തി ആയിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭയങ്കര ഷോർട്ടാക്കി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എത്ര ഷോർട്ടാക്കിയാലും കുറച്ചൊക്കെ ലെങ്ത് ആവും കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാർക്ക് കോൺഫിഡൻസ് ആണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഐ കോണ്ടാക്റ്റ് കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ലെസ്സായിട്ട് സ്പീക്ക് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു കൊടുത്ത് നമ്മൾ ബോൾഡ് ആണെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് അവിടെ ഡാർക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺഫിഡൻറ്റ് ഇൻട്രോവേർട്ട് ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. ഇത് കുറേ ടെക്നിക്കുണ്ട്, ഗെയിംസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ടെക്നിക്കുണ്ട്. അതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് സൈലൻറ്റ് പവറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സൈലൻറ്റ് പവറിനെ കുറിച്ച്. ഇനി പല രീതിയിൽ ചിലർ പറയാറുണ്ട് നമുക്ക് സൈലൻറ്റ് പവർ എല്ലായിടത്തും വർക്കിംഗ് ആണോ. ഉറപ്പായിട്ടും സൈലൻറ്റ് പവർ എന്ന് പറയുന്ന ഒരു ആശയം എല്ലായിടത്തും വർക്കിംഗ് ആണ്, പക്ഷേ അത് ചെയ്യുന്ന രീതികളിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ പാർട്ട്ണറിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ പാർട്ട്ണറിനോട് സംസാരിക്കുന്ന ആ രീതി ആയിരിക്കത്തില്ല ഞാനൊരു ജോബിന് ഇൻ്റർവ്യൂവിന് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ കാണിക്കുന്ന സൈലൻറ്റ് പവർ. അപ്പോൾ രണ്ടും വ്യത്യാസമായിരിക്കും. നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ ഐ കോണ്ടാക്റ്റിലും എല്ലായിടത്തും വ്യത്യാസമായിരിക്കും. ഇനി ഞാൻ ഒരാളെ അട്രാക്റ്റ് ചെയ്യുന്നു, എൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സണെ ഞാൻ സഡനായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഐ കോണ്ടാക്ട് രീതിയാണ് പറയാൻ പോകുന്നത്. സൈലൻറ്റ് പവറിലെ ഒരു ഐ കോണ്ടാക്ട് രീതിയാണ്. ആദ്യം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറാണ്. അപ്പോൾ പാർട്ട്ണറുമായിട്ട് ഞാൻ സംസാരിക്കുന്നു, പുള്ളി പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. അപ്പോൾ പാർട്ട്ണറാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, ആ ഒരു പേഴ്സണെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലിപ്പിൽ, അതായത് മൊത്തത്തിൽ നമ്മുടെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരണം. അതായത് ചെറിയ സ്മൈല് കൊണ്ടുവരണം. ഓവർ സ്മൈല് ഇങ്ങനെ ഉള്ള ചിരിയല്ല, ചെറിയൊരു സ്മൈല് കൊണ്ടുവരണം. ഇനി എങ്ങനെയാണ് ഒരു ലുക്ക് കൊടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഓപ്പോസിറ്റ് ഒരു പേഴ്സൺ നിൽക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് എന്നിലേക്ക് ഒരു അട്രാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നോക്കുന്ന നോട്ടമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു നോട്ടം നിങ്ങൾ കണ്ടല്ലോ. ജസ്റ്റ് ഷാർപ്പായിട്ട് നോക്കുന്നു, ചെറുതായിട്ട് ലിപ്പൊന്ന് മൂവ് ചെയ്യുന്നു, ഒന്ന് ചെറുതായിട്ട് ചിരിക്കുന്നു, കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെറുതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ ഐബോൾ വേറെ എങ്ങോട്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല. ഞാൻ നോക്കുന്നത് നേരെ എൻ്റെ പാർട്ട്ണറുടെ കണ്ണിലേക്ക് മാത്രമാണ്.
അപ്പോൾ പാർട്ട്ണർ അവിടെ എന്താണ്, എന്തെങ്കിലും മറച്ചു വെച്ച കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇനിയും എന്നോട് പറയാനുള്ള കാര്യങ്ങളുണ്ടോ? പക്ഷെ ഞാൻ ഇവിടെ സംസാരിച്ചിട്ടില്ല. ഞാൻ ആ 2 സെക്കൻഡ് നോക്കിയ നോട്ടത്തിൽ പുള്ളിയുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇനിയും അവളോട് എന്തെങ്കിലും പറയാനുണ്ടോ, അവൾക്ക് എന്തെങ്കിലും എന്നോട് ഇനി പറയാനുണ്ടോ, എന്തെങ്കിലും പറഞ്ഞു നോക്കാമെന്ന രീതിയിൽ പുള്ളി എന്നോട് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മൈൻഡ് ഫുള്ള് എൻ്റെ കൺട്രോളിലാണ്. മനസ്സിലായോ? ഞാൻ ആ നോക്കുന്ന നോട്ടത്തിൽ എൻ്റെ നോട്ടം കൊണ്ട് ഞാൻ പുള്ളിയുടെ മൈൻഡ് ഫുള്ള് കൺട്രോൾ ആക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് പുള്ളി വാതോരാതെ സംസാരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത്? ഈ സൈലൻറ്റ് പവറിലൂടെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ആ നോക്കിയ നോട്ടം ഉണ്ടല്ലോ, ആ നോക്കിയ നോട്ടവും ആ ഒരു ചിരിയും ഞാനവിടെ കൺട്രോൾ കൊടുത്തതാണ്. അതായത് പുള്ളി പിന്നെ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതായത് നിങ്ങളുടെ അടുത്ത് പുള്ളി കണ്ടിന്യൂ സംസാരിക്കുന്നു, നീ എന്താ റിപ്ലൈ ഒന്നും പറയാത്തതെന്ന് പറയുമ്പോഴേ നിങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, നീ പറഞ്ഞോ ഞാൻ കേൾക്കുമല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര കാമായിട്ട് സംസാരിക്കുമ്പോൾ അവനിൽ എന്താണ് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും, നമ്മളോട് കുറച്ചും കൂടെ ഒരു കണക്ഷൻ അവിടെ ഫീൽ ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മൾ സൈലൻസ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സൈലൻറ്റ് നമ്മൾ കൊടുത്തു, ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നു, ഐ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഇയാൾ പറയുന്ന കാര്യമുണ്ടല്ലോ തിരിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ തിരിച്ച് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് സംസാരിക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രം എല്ലാ കാര്യവും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സ്പീക്ക് ചെയ്യാതെ കാര്യങ്ങൾ പറയേണ്ടത് കൃത്യവും സ്പഷ്ടവുമായിട്ട് പറയുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻറ്റ് പവറിൽ ആദ്യത്തെ കാര്യം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെയിൻ റെസ്പെക്റ്റ്. അതായത് മറ്റൊരാളിൽ, അതായത് നമുക്ക് എപ്പോഴും റെസ്പെക്റ്റ് വേണം. അതായത് നമ്മൾ എല്ലാ കാര്യവും തുറന്നു പറയുന്നവർ, അതുപോലെ തന്നെ എപ്പോഴും അതായത് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല വിജയങ്ങളെല്ലാം പറഞ്ഞ് നടക്കുന്നവർ ഒരിക്കലും ലൈഫിൽ സക്സസ് ആവത്തില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം, അതായത് നമ്മുടെ സക്സസ്സിന് പിന്നിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? എല്ലാം തുറന്നു പറയുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തും. അപ്പോൾ നമ്മുടെ സക്സസ് അവിടെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എല്ലാവരും 10 പേരിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ എപ്പോഴും കളിയാക്കുന്ന ഒരാൾ കാണും. 10 പേരിയ്ക്കുന്നു, ഒരുത്തനെ മാത്രം നമ്മൾ കണ്ടിന്യൂസ് കൂട്ടുകാരന്മാരെല്ലാം കളിയാക്കുന്നു. കാരണം എന്താണ്? അവൻ എല്ലാവരുടെയും മുന്നിൽ കോമാളിയാണ്. എന്തുകൊണ്ട് കോമാളിയാവുന്നു? മറ്റുള്ളവരുടെ മുന്നിൽ അവൻ തല കുനിച്ചു കൊടുക്കുന്നു. അവന് പ്രാപ്തനല്ല എന്ന് തോന്നിക്കുന്നു. എങ്ങനെയാണ് ആ പ്രാപ്തനല്ല എന്ന് തോന്നുന്നത്? കാരണം അവൻ്റെ പ്രവൃത്തിയോ അവൻ്റെ ബോഡി ലാംഗ്വേജോ അവൻ്റെ ഐ കോണ്ടാക്റ്റോ അവൻ്റെ എക്സ്പ്രഷനോ കാര്യങ്ങളോ ആകാം. അവനത് പ്രാപ്തനല്ല, മറ്റുള്ളവരുടെ മുന്നിൽ അവനൊരു കോമാളിയായി മാറുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയായി മാറാതിരിക്കാൻ ശ്രമിക്കുന്നതിന് ഫസ്റ്റ് പോയിന്റ്, ഇത് നിങ്ങൾക്ക് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഒക്കെ ഉപകാരമാണ്. അതായത് ആദ്യം ഒരാൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ആദ്യം നോക്കുന്നത്. നമ്മുടെ ബോഡി, അതായത് ഇവൻ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ്, കാണുമ്പോഴൊക്കെ അറിയാം ഭയങ്കര ഇതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ കാണണം. അതായത് അവർക്ക് ഫസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ള അട്രാക്ഷൻ അല്ല. അതായത് നമ്മളെ ഡ്രസ്സിങ് ആണെങ്കിലും മീൻസ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് സംസാരിക്കുന്ന ശൈലിയാണെങ്കിലും നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരമാണെങ്കിൽ, എപ്പോഴും ആൾക്കാർ ആരോഗ്യമുള്ള ശരീരം ശ്രദ്ധിക്കും. നമ്മൾ ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുന്നവർക്ക് എന്നും ആ ഒരു നെഗറ്റീവിലോട്ടായിരിക്കും ആൾക്കാരുടെ കണ്ണ് പോകുന്നത്. നെഗറ്റീവോ എന്താ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമോ ആ ഒരു മൈൻഡ് പോകും. പക്ഷേ കൊള്ളാമല്ലോ, ആൾ നല്ല ഫിസിക്കലി നല്ല ഫിറ്റ്നസ് ഉള്ള ആളാണ്, ഫിസിക്കലി നല്ല ഫിറ്റ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ അവിടെ ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കോൺഫിഡൻറ്റിൻ്റെ ഫസ്റ്റ് കാര്യമാണ്. നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി നല്ല രീതിയിൽ കൊണ്ടുവരിക. ഈ ബോഡി എന്ന് പറയുന്നത് നമുക്ക് ജിമ്മിന് പോകുന്നവർക്കറിയാം, നിങ്ങൾക്ക് വർക്കൗട്ടിന് പോകുന്നവർക്കറിയാം. വർക്കൗട്ട് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടുക. അത് വർക്കൗട്ടിന് പോകുമ്പോൾ അറിയാം, ആദ്യത്തെ ദിവസം നമ്മൾ പോയി, രണ്ടാമത്തെ ദിവസം പോയി, പിന്നെ ഭയങ്കര കോൺഫിഡൻസാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കും. ജിമ്മിന് പോകുമ്പോൾ വർക്കൗട്ടിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇതാണ്. നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്നൊരു സംഭവം അതാണ്. അപ്പോൾ ബോഡി നിങ്ങൾ ആദ്യം സൂക്ഷിക്കുക. അതായത് നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇനി കോമാളി ആകരുത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പെക്റ്റ് നേടിയെടുക്കുന്നത്? ഓപ്പോസിറ്റ് പേഴ്സൺ സംസാരിക്കുന്നു, ആ പേഴ്സൺ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി നമ്മൾ സംസാരിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതിരിക്കുക. അതാണ് മെയിൻ തിങ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീക്ക്നെസ് പോയിന്റ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് അതവർ മനസ്സിലാക്കുന്നു. അപ്പോൾ വീക്ക്നെസ് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും നമ്മളിപ്പം
നമ്മുടെ വീക്ക്നെസ് ആരെയും അറിയിക്കാതിരിക്കുക. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആരെയും നമ്മൾ അറിയിക്കാതിരിക്കുക. എപ്പോഴും നമ്മുടെ ബോഡിയും നമ്മുടെ ഐ കോണ്ടാക്റ്റ്, പ്രസൻസ് ഓഫ് മൈൻഡ് എല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് റെസ്പെക്റ്റ് കിട്ടുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ ബോഡി, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, സ്ലീപ്പ് വെൽ, അതായത് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുക. അതായത് ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ മിനിമം ഒരു 6-7-8 മണിക്കൂറെങ്കിലും, മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും, ഇപ്പോഴത്തെ ഒരു സമയം വെച്ചിട്ട് 7 മണിക്കൂറെങ്കിലും മാക്സിമം നല്ല രീതിയിൽ നല്ല കംഫർട്ടബിളായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നതിനുള്ള 3 ട്രിക്കുകൾ. അതിൽ ഒന്നാമത്തെ ട്രിക്കാണ് നമ്മളെ മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മിററിൽ ആദ്യം ഒന്ന് സംസാരിച്ച് നോക്കി ശീലമാക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പാർട്ട്ണറിനോട് ഞാൻ എൻ്റെ ആ ഒരു ഷാർപ്പ് ലുക്ക് നോക്കി ഒന്ന് ചിരിക്കുന്ന പോലെ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ പാടില്ല. അന്നേരം അവരെ ഇറക്കി വിടും. അതായത് എൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിസിനസ് പാർട്ട്ണറാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്, നമ്മുടെ ഡ്രസ്സ്, അത് നമ്മളിടുന്ന കോസ്റ്റ്യൂം ഒരു ഇതുണ്ട്, നമ്മുടെ വൃത്തി ഒന്നാമത്തെ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെ തന്നെ നോക്കിയ ശേഷം നമ്മൾ ചിരിക്കരുത്. അതായത് നമ്മൾ നോർമലി ബോൾഡായിട്ടിരിക്കുക. എല്ലാ കാര്യവും നമുക്കറിയാവുന്ന രീതിയിൽ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് പുള്ളിയെ നോക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ മുഖത്തുള്ള എക്സ്പ്രഷൻ, ചുണ്ടിലുള്ള എക്സ്പ്രഷൻ ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂസിന് വരുമ്പോഴത്തേക്ക് ഓവറായിട്ട് ഇങ്ങനെ ചിരിച്ച് നമ്മുടെ ഉള്ള സ്റ്റാൻഡേർഡ് കൂടി നമ്മൾ കളയാതിരിക്കും. നമ്മളൊരു ഇൻ്റർവ്യൂ ആണ്, നമുക്കത് കിട്ടണമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ മാക്സിമം നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണെന്ന് ഇരിക്കട്ടെ, ഓക്കെ, നമ്മളത് അറിയാവുന്ന രീതിയിൽ ഇരിക്കുക. പക്ഷേ അറിഞ്ഞൂടാത്ത കാര്യം അറിയാവുമെന്ന് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ അറിയാമെന്ന് പറയരുത്. അവിടെ പൊട്ടത്തരം നമ്മൾ ആയിപ്പോവും. അറിഞ്ഞൂടാത്ത കാര്യം, സോറി സാർ, എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ, എനിക്ക് മനസ്സിലായില്ല എന്ന രീതിയിൽ നമുക്കത് പൊളൈറ്റായിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് അടുത്ത കാര്യം. നമുക്ക് റെസ്പെക്റ്റ് എടുക്കാം. ആ പുള്ളിക്ക് മനസ്സിലാവും, അറിയില്ല, അപ്പോൾ നമ്മളോട് പൊളൈറ്റായിട്ട് തിരിച്ചങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ തിരിച്ച് നമ്മൾ ഒരു ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കത്തില്ലേ, നമ്മൾ കൈ കൊടുക്കുകയാണ്. നമ്മൾ ഓപ്പോസിറ്റ് ബിസിനസ് പാർട്ട്ണർ നമ്മൾ കൈ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ലൂസായിട്ടല്ല ഒരിക്കലും നമ്മൾ കൈ കൊടുക്കുന്നത്, നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് നമ്മുടെ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ നമ്മളെ ടച്ച് എന്നൊക്കെ പറയുന്നത്. നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടല്ല, ഇങ്ങനൊരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ടച്ച് ചെയ്യുക, അതായത് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ഐ കോണ്ടാക്ട് ഡ്രില്ല്, അതായത് മിററിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ മിററിൽ പ്രാക്ടീസ് ചെയ്യുക. ഓപ്പോസിറ്റ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ട്ണറാണ് ഇരിക്കുന്നതെങ്കിൽ പുള്ളിയോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് നമ്മൾ മിററിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മുടെ റിഫ്ലക്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന്. അതിനുശേഷം അന്നത്തെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നത്തെ ദിവസം നമ്മൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. അദ്ദേഹത്തിന് നമ്മളെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യും. അതായത് പെട്ടെന്ന് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കും. കൊള്ളാമല്ലോ, ഈ പേഴ്സൺ ഭയങ്കര ബോൾഡാണല്ലോ, ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ, നല്ല രീതിയിൽ സംസാരിക്കുന്നല്ലോ. ഇടവേളകളിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച് കഴിഞ്ഞ ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ സംസാരിക്കുക. കണ്ടിന്യൂസ് അയാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ സംസാരിക്കാതിരിക്കുക. നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയുക. ഓവറായിട്ട് ഒരു കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. നമ്മുടെ സക്സസ്സിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവറായിട്ട് തുറന്ന് പറയാതിരിക്കുക. അതായത് എല്ലാത്തിനും ഒരു രഹസ്യം ഉണ്ടാവുക. എല്ലാ കാര്യത്തിനും ഓവറായിട്ട് എല്ലാ കാര്യം തുറന്നു വെക്കുന്ന ഒരു പെട്ടി പോലെ ആവരുത് നമ്മുടെ ജീവിതം. ചില കാര്യങ്ങൾക്ക് ചില മറയും ഇതൊക്കെ വേണം. അതായത് എല്ലാം നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയരുതെന്നാണ് അടുത്ത കാര്യം. പിന്നെ സ്ലോലി ടോക്ക് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. ഞാനിപ്പോൾ സ്പീഡിന് സംസാരിച്ച് പോവുകയാണ്, പക്ഷേ പറയുന്ന കാര്യം നല്ല വ്യക്തമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് മിതമായിട്ട് സംസാരിക്കുക. മിതമായിട്ടെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സംസാരിക്കുക, പക്ഷേ ആ പറയുന്ന കാര്യം ഏറ്റവും ഓപ്പോസിറ്റുള്ള ആളെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കണം. അതായത് മിതമായിട്ട് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഓപ്പോസിറ്റുള്ള ഒരാൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തോ പറയണമെന്ന് കിട്ടുന്നില്ല. പെട്ടെന്ന് എൻ്റെ എക്സ്പ്രഷൻ എന്താണ്, അറിയാവുന്ന രീതിയിൽ ഇരിക്കുക. ഞാൻ ഭയങ്കര പാർട്ട്ണറാണെങ്കിൽ സ്മൈൽ ചെയ്തിരിക്കുക, ഇൻ്റർവ്യൂവിൽ ഇരിക്കുവാണെങ്കിൽ കുറച്ച് ബോൾഡായിട്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ കേട്ടിരുന്നിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണ് പതിയെ പറയുക. അതായത് ആ പതിയെ പറയുമ്പോൾ ബാക്കിയുള്ള കാര്യം മൈൻഡിൽ ഞാൻ റീറൈറ്റ് ചെയ്ത് വെക്കുക. അടുത്ത എന്താണ് എനിക്ക് പറയേണ്ടത്,
റീറൈറ്റ് പതിയെ പറയുക. സ്പീഡിന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, കണക്ഷൻ ബ്രേക്ക് ആവും. ബാക്കി പറയേണ്ട സാഹചര്യം വരുമ്പോൾ ഞാനിങ്ങനെ വിട്ടുപോകും. ചില കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കാണാപ്പാടം പഠിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ കയറും, അവസാനം പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് വെപ്രാളത്തിന് പറയും. പകുതി വരുമ്പോഴത്തേക്ക് മറന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇനി എന്താ, ബ്രെയിൻ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടില്ല ഒന്നും. അപ്പോൾ സെൻറ്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ, ബ്രെയിനിന് സെൻറ്റൻസ് റീറൈറ്റ് ചെയ്ത് അത് മേക്ക് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സമയം കൊടുക്കണം, നല്ല രീതി ഒബ്സർവ് ചെയ്യണം, അതായത് കാര്യങ്ങൾ നിരീക്ഷിക്കണം. ഓവറായിട്ട് സംസാരിക്കരുത്, സ്ലോ ആയിട്ട് സംസാരിക്കുക. ഡോണ്ട് എക്സ്പ്ലെയിൻ, ഒരു കാര്യവും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. ഓവർ എക്സ്പ്രഷൻ, ഓവർ ആക്ട് ചെയ്യാതിരിക്കുക. മറ്റുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുന്നിലായാലും നമ്മുടെ പാർട്ട്ണറുടെ മുന്നിലായാലും ഓവർ ആക്ട് ചെയ്യാതിരിക്കുക. നോർമലി എങ്ങനെയാണ് സംസാരിക്കുന്നത്, പാർട്ട്ണറുടെ അടുത്ത് സംസാരിക്കുന്ന രീതി നിങ്ങൾക്കറിയാം, ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന രീതി അറിയാം. നിങ്ങളുടെ പാർട്ട്ണറെ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ട്ണറിന് എന്താണ് നമ്മുടെ ഒരു ഇത്, അതായത് നമ്മളെ ആദ്യം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ പാർട്ട്ണർ നമ്മളെ ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ടല്ലോ. ആ കാരണം വെച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗെയിം പ്ലേ നടത്തേണ്ടത്. അതായത് ആ കാരണം വെച്ചായിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യണം, അവർ മനസ്സിലാക്കണം. നമ്മൾ സ്ലോ ആയിട്ട് സംസാരിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു എന്ന് അവരുടെ അവരുടെ കണ്ണിലൂടെ നമ്മുടെ ആ ഒരു കാര്യം, നമ്മുടെ എന്താണ് പോസിറ്റീവ് കാര്യങ്ങൾ അവരുടെ കണ്ണുകളിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം. അപ്പോൾ അവർക്ക് നമ്മളോടൊരു വാല്യൂ തോന്നിക്കും, നമ്മളോട് ഇമ്പ്രസ് തോന്നിക്കും. പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നല്ലോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കേട്ട് മനസ്സിലാക്കുന്നല്ലോ. ഇത് അതായത് ഏറ്റവും ഒരു ജോലിക്ക് വേണ്ട അടിസ്ഥാന ഘടകമാണ്. ഒരാൾ പറയുമ്പോൾ അത് കേട്ടിരിക്കുക, അതിനുശേഷം ഇടവേള കൊടുത്ത് സംസാരിക്കുക, പോസിറ്റീവായിട്ട് നിൽക്കുക. ഇതെല്ലാം ഏതൊരു ജോലി സ്ഥലത്തും വേണ്ട ഒരു അടിസ്ഥാന ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കണ്ട് അദ്ദേഹം പെട്ടെന്ന് നമ്മളിലേക്ക് ഇംപ്രസ് ചെയ്യാനായിട്ട് എടുക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത്, ഫാസ്റ്റായിട്ട് സംസാരിക്കാതെ സ്ലോ ആയിട്ട് സംസാരിക്കുക. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് മാക്സിമം, എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഓവറായിട്ട് ചെന്ന് ഇടിച്ച് കയറി നിൽക്കാതെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക. അതായത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ടോക്ക് ലെസ് എന്നാണ് പറയേണ്ടത്. എപ്പോഴും സംസാരം നമ്മൾ കുറയ്ക്കുക. ഫീൽ മോർ, അതായത് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഫീല് കൊണ്ടുവന്ന ശേഷം നമ്മൾ സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോളെന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. സൈലൻറ്റ് പ്ലെയറായിട്ട് നിൽക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗെയിസ് ഗെയിമാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗെയിസ് ഗെയിം എന്താണെന്ന്. അതായത് ഒരിക്കലും ഒരു കാര്യവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യരുത്. ഇതാണ് ഗെയിസ് ഗെയിമിൽ പറയുന്നത്. നമ്മുടെ കോൺഫിഡൻറ്റ്, നമ്മൾ മറ്റൊരാളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുള്ള ഫസ്റ്റ് സാധനമാണ് ഗെയിസ് ഗെയിം. ഒരിക്കലും ഡോണ്ട് എക്സ്പ്ലെയിൻ, ആരുടെ മുന്നിൽ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യരുത്. പിന്നെ നമ്മൾ എനർജി ഷിഫ്റ്റ്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനർജി ഷിഫ്റ്റിൻ്റെ കാര്യം. അതായത് അയാൾ കാണിക്കുന്ന അതേ ചേഷ്ടകൾ, കാര്യങ്ങൾ നമ്മളൊരു 10 സെക്കൻഡ്, 5 സെക്കൻഡ്, 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നമ്മൾ അതേ സമയം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് അതേ ബോഡി ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യും, കാണിക്കുമ്പോൾ അദ്ദേഹം ഓപ്പോസിറ്റ്, അതായത് അയാൾ നമ്മുടെ കൈകളിൽ ശ്രദ്ധിക്കും. നമ്മളറിയാതെ നമ്മുടെ കൈകളിൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മളിലേക്കൊരു കണക്ഷൻ വീണ്ടും എഗെയിൻ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതാണ് ഗെയിസ് ഗെയിം എന്ന് പറയുന്നത്. ഗെയിസ് ഗെയിമിൽ ഫസ്റ്റ് ഉള്ളത് എനർജി ഷിഫ്റ്റ് ആണ്. എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ചേഷ്ടകൾ, അവർ കാണിക്കുന്ന ചേഷ്ട 5 സെക്കൻഡോ 10 സെക്കൻഡോ കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നു. അതിനുശേഷം പറയുന്നത് കീപ് മിസ്റ്ററി, അതായത് രഹസ്യങ്ങൾ നമ്മൾ എല്ലാം നമ്മുടെ പാർട്ട്ണറുടെ അടുത്താണെങ്കിലും ആരുടെടുത്താണെങ്കിലും നമ്മൾ എല്ലാം ഒന്നും തുറന്നു പറയാതിരിക്കുക. അതായത് നമ്മൾ എപ്പോഴും എന്താണ്, ഒരു രഹസ്യത്തിൻ്റെ ഒരു ചെറിയൊരു രീതിയിലൊരു രഹസ്യം നമ്മൾ കീപ്പ് ചെയ്യുക. എപ്പോഴും ഒരു തുറന്ന വാതിൽ പോലെ നിൽക്കുമ്പോൾ അവിടെ എല്ലാവരും കയറി വരും. പക്ഷേ കുറച്ച് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതാണെങ്കിൽ പലരും എന്താണ്, ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കടന്നു വരും. അപ്പോൾ കുറച്ച് കണക്ഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ ആളിലേക്ക് ഇവർക്ക് എന്തോ ഉണ്ടല്ലോ സംതിങ്, അപ്പോൾ അതിനുവേണ്ടി നമ്മളിലേക്ക് ഇങ്ങനെ ഒത്തുവരാനായിട്ട് ആൾക്കാർ വരും. നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും ഒക്കെ അവർ ഇമ്പ്രസ്ഡ് ആവും. എല്ലാം ഓവറായിട്ട് സംസാരിക്കുമ്പോൾ ചില പാർട്ട്നേഴ്സിന് ഇഷ്ടമായിരിക്കും ഓവറായിട്ട് സംസാരിക്കുന്നത്, ഓവറായിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഇഷ്ടമായിരിക്കും. പക്ഷേ തുറന്നു പറയുമ്പോൾ നിങ്ങളൊരു കാര്യമൊക്കെ ഓവറായിട്ട് ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അവിടെ നമ്മുടെ ഒരു വിലയാണ് അവിടെ പോകുന്നത്. അതായത് നമുക്ക് എല്ലാം നമ്മൾ തുറന്നു പറയുന്ന പേഴ്സണാണ്, പക്ഷേ ഓവറായിട്ട് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഓവറായിട്ട് അങ്ങനെ സംസാരിക്കാതെ മാക്സിമം ഓവറായിട്ട് സംസാരിക്കുന്നത് കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ്, എനർജി ഷിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മൈൻഡ് ഒന്ന് പോസിറ്റീവ് ആക്കി വെക്കുക. മെഡിറ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. അതായത് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ, നമ്മൾ ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട്, അതായത് കുറച്ച് പേര് പറയാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണെ നമുക്ക് അവൾ തിരിച്ചിങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവൻ തിരിച്ചിങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആദ്യം നമ്മൾ അവരുമായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാനിരിക്കുക, ഒരു സമയം കൊടുക്കുക. സമയം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സമയമെങ്കിൽ ആ കുറച്ച് സമയം കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു കഴിവ് എന്താണ്? നമ്മൾ ഐ കോൺടാക്റ്റ് കൊടുത്ത് ആ പുള്ളിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അവളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ എനർജി എടുത്ത് നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോൾ, ആ ഗോളിനെ പറ്റിയിട്ട് വളരെ ചുരുങ്ങിയ സെൻറ്റൻസിൽ പറയുക. അയാളുമായിട്ട്, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട്, അതായത് ജസ്റ്റ് ഷാർപ്പായിട്ട് നോക്കുക, ബോൾഡായിട്ട് സംസാരിക്കുക, ഇടവേളകൾ കൊടുക്കുക, സ്ലോ ആയിട്ട് ടോക്ക് ചെയ്യുക, ഓവറായിട്ട് ടോക്ക് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ട് നിൽക്കുക. എപ്പോഴും എനിക്ക് പറ്റില്ല സാർ എന്ന് പറയാതെ എന്നെക്കൊണ്ട് പറ്റും സാർ, ഞാൻ മാക്സിമം എൻ്റെ രീതിയിൽ എൻ്റെ കഴിവിൽ വരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം സാർ, എന്നെക്കൊണ്ട് പറ്റും എന്ന് നോക്കുക. പിന്നെ അതുപോലെ യൂണിവേഴ്സ് തിയറിയിലും മറ്റും നിങ്ങൾ വിശ്വസിക്കുക. കണ്ടിന്യൂസ് ഒരു ബിലീവ് എന്ന് പറയുന്നത് ഒരു 20% അല്ലെങ്കിൽ 50% ബിലീവ് ഉണ്ടെങ്കിൽ ബാക്കി ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരും. നമ്മൾ ഓരോ കാര്യവും നിങ്ങൾക്ക് അറിയാം, മാനിഫെസ്റ്റേഷൻ്റെ പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, ഫൈനാൻഷ്യലായിട്ടുള്ള സ്റ്റേബിൾ ആക്കുന്നുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ രീതികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ പോസിറ്റീവ് എനർജി കിട്ടും. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആരെയാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് നിങ്ങൾക്ക് വശീകരിച്ച് കൊണ്ടുവരേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടേണ്ടത്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ആ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് ഫൈനലി എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആളുകൾ നിങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഡാർക്ക് കോൺഫിഡൻസ് മെത്തേഡ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ്, സൈലൻസ് പവർ പ്ലസ് ഐ കോണ്ടാക്ട് പ്ലസ് ബോൾഡ് ആറ്റിറ്റ്യൂഡ് പ്ലസ് പോസിറ്റീവ് ഓർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യാത്തവർ പോലും നമ്മളെ അട്രാക്റ്റ് ചെയ്യും. 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരു പേഴ്സൺ നമ്മളെ ആയിരിക്കും, നമ്മളെ അവർ ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുന്നവരെ ടാറ്റാ.